നമസ്കാരം, ഞാൻ ഡോക്ടർ ജി.പി. സിദ്ധി, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി കാലടിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ. വിളർച്ചയും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഭക്ഷ്യദൗർബല്യം ഇപ്പോഴില്ല എന്ന് തന്നെ പറയാം. പക്ഷേ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിലാണോ, ശരിയായ അബ്സോർപ്ഷനാണോ നടക്കുന്നത്, ശരിയായ രീതിയിലാണോ നമ്മുടെ ശരീരകോശങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. അതായത് ഭക്ഷണം ആവശ്യത്തിന് ലഭ്യമാണ് എങ്കിലും വിളർച്ചാ നിരക്കും വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ വിവ എന്നൊരു പദ്ധതി, അതായത് വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നുള്ളൊരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് വിളർച്ച നിയന്ത്രണത്തിനായി. പ്രധാനമായും അത് ടാർഗറ്റ് ചെയ്യുന്നത് സ്ത്രീകളിലെയും കുട്ടികളിലെയും വിളർച്ചാ രോഗങ്ങളാണ്. അതായത് 12എങ്കിലും ആകണ്ടേ എന്നൊരു ക്യാമ്പയിനുമായിട്ടാണ് വിളർച്ച രോഗനിയന്ത്രണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത്. അതായത് നമ്മുടെ ഹീമോഗ്ലോബിൻ ലെവല് 12എങ്കിലും എത്തിക്കണ്ടേ എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കുടുംബശ്രീ, അതുപോലെ ICDS, ആരോഗ്യ മേഖല ഇവയെല്ലാം ഒരുമിച്ചാണ് ഈ പ്രവർത്തനത്തിലുള്ളത്. അതായത് വിളർച്ചാ രോഗം, നമ്മൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവാണ് നമ്മൾ വിളർച്ചയുണ്ടോ ഇല്ലേ എന്നറിയുന്നതിന് പരിശോധിക്കുന്നത്. ഈ വിളർച്ചാ രോഗം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക, അതായത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കും. അതായത് ഒരു വ്യക്തി അനീമിയ രോഗി ആണ് എന്നുള്ളത് അയാളുടെ ജീവിത നിലവാരത്തിനെ തന്നെ അത് ബാധിക്കുന്നു. ശരിയായ പ്രവർത്തനങ്ങൾ, അതായത് ഒരു ദിവസം ശരിയായ രീതിയിൽ അവൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കുന്നില്ല, തളർച്ച, ക്ഷീണം, ഓർമ്മശക്തിയിൽ വ്യതിയാനം വരുന്നു, ചിന്താശക്തിയിൽ വ്യതിയാനം വരുന്നു, ഉറക്ക പ്രശ്നങ്ങളുണ്ടാകുന്നു, ദഹന പ്രശ്നങ്ങളുണ്ടാകുന്നു. ഈവൻ മറ്റ് എന്തെങ്കിലും രോഗം അവസ്ഥയുണ്ട് എങ്കിൽ അത് തന്നെ നിയന്ത്രണ വിധേയമാകാതിരിക്കാൻ ഈ വിളർച്ച കാരണമാകുന്നു. ഇനി വിളർച്ചയുടെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ നമ്മൾ എത്ര തന്നെ ആഹാരം കഴിച്ചാലും പലപ്പോഴും നമ്മുടെ HB ലെവൽ കൂടുന്നില്ല എന്ന് കാണാം. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമ്മുടെ ആഗിരണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതൊരു വിഷയമാണ്. ഇത് വിളർച്ച രോഗത്തിന് കാരണമാകുന്നു. അതായത് അബ്സോർപ്ഷൻ സാധാരണയായി പ്രശ്നമുണ്ടാകുന്നത് നമ്മുടെ ചിലർക്ക് ജന്മനാ തന്നെ ചില അബ്സോർപ്ഷൻ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. മറ്റു ചിലർക്ക് ഈ ഹീമോഗ്ലോബിൻ അബ്സോർപ്ഷൻ ചെയ്യുന്നതിനുള്ള രാസപ്രവർത്തനങ്ങൾ ശരിക്ക് നടക്കാത്തത് കൊണ്ടായിരിക്കാം. പിന്നീട് വിളർച്ചാ രോഗം കാരണമായി കാണുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള എന്തെങ്കിലും ബ്ലീഡിങ്, ഇപ്പോൾ വയറ്റിനകത്ത് എന്തെങ്കിലും അൾസറോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കാരണം ബ്ലീഡിങ് ഉണ്ടാവുക, സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായ രക്തസ്രാവം കൂടുതലുണ്ടാകുക, ആർഷോ രോഗികൾ എന്തെങ്കിലും ഇൻറ്റേർണൽ ഗ്രോത്ത് വന്നിട്ട് അത് പൊട്ടി അകത്ത് ബ്ലീഡിങ് ഉണ്ടാവുക, ഇത്തരം സന്ദർഭങ്ങളിൽ വിളർച്ച ഉണ്ടാവാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വ്യതിയാനം വരുത്തിയിട്ട് നമുക്ക് വിളർച്ച രോഗം മാനേജ് ചെയ്യാം. ആഹാരത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ കഴിക്കുന്ന, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഭക്ഷ്യദൗർബല്യമില്ല, ക്വാണ്ടിറ്റി ഓഫ് ഫുഡുണ്ട്, പക്ഷേ അത് കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാളിറ്റി പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. പഴവർഗ്ഗങ്ങൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ, മുരിങ്ങയില, ചീര, വാഴക്കൂമ്പ്, വാഴത്തട ഇവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പഴവർഗ്ഗങ്ങളിൽ ഓറഞ്ച്, നെല്ലിക്ക ഇവയുടെയൊക്കെ ഉപയോഗം നമുക്ക്, മുന്തിരി ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ വിളർച്ചാ രോഗം ഒഴിവാക്കും. ആയുർവേദത്തിൽ ഇതിനൊക്കെ ഉപരി ഏറ്റവും പ്രാധാന്യം നൽകുന്നൊരു ഘടകമാണ് അഗ്നിബലം എന്ന് പറയുന്നത്, അതായത് ദഹനശേഷി. ആയുർവേദത്തിൽ വിളർച്ച ചികിത്സിക്കുമ്പോൾ വിളർച്ച നിയന്ത്രിക്കുന്നതിനുള്ള ഔഷധം നൽകുന്നതിനോടൊപ്പം പ്രാധാന്യം നൽകി ഒരു പിടി മുന്നിൽ തന്നെ അതിന് പ്രാധാന്യം നൽകുന്നതാണ് നമ്മുടെ അഗ്നിദീപനമായിട്ടുള്ള, അതായത് അഗ്നി കറക്റ്റ് ചെയ്യുന്ന ഔഷധങ്ങൾ. അത്തരം ഔഷധങ്ങൾ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വിളർച്ച നിയന്ത്രണത്തിനുള്ള ഔഷധം കൊടുക്കാറുള്ളൂ. ആഹാര നിയന്ത്രണത്തിലൂടെയും അഗ്നി കൃത്യമാക്കുന്നത്, ദഹന സംവിധാനം കൃത്യമാക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങളിലൂടെയും വിളർച്ച നിയന്ത്രിക്കുന്നതിനുള്ള ഔഷധ പ്രയോഗങ്ങളിലൂടെയുമാണ് വിളർച്ചയുടെ ചികിത്സ ചെയ്യുന്നത്. കുട്ടികളിലും സ്ത്രീകളിലും, അതായത് ഗർഭിണികളിലും അതുപോലെ തന്നെ പ്രസവാനന്തരമൊക്കെ ഉണ്ടാകുന്ന വിളർച്ചയ്ക്ക് ഓരോ രീതിയിലാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്. നമ്മുടെ ആഹാരത്തിൽ ഈ ഇലക്കറികൾ കൂട്ടുക, അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസിനെക്കാളും ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കഴിക്കുക. മറ്റൊരു പ്രധാന ഘടകമാണ് നമ്മുടെ ശരീരത്തിൽ വിരശല്യമുള്ളതും അനീമിയയ്ക്ക് കാരണമാകാറുണ്ട്. അതായത് കൃത്യമായ ഇടവേളകളിൽ വിരശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധ
ഔഷധങ്ങളും ശുചിത്വശീലങ്ങളും പാലിക്കുക. ഇവയൊക്കെയാണ് വിളർച്ച നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന ഉപാധികൾ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൃത്യമാക്കുന്നതിനും നമ്മുടെ ശരീരത്തിലെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നതിനുള്ള കൃത്യത വരുത്തുകയും ചെയ്യുന്നത് വഴി മാത്രമേ നമുക്ക് വിളർച്ച രോഗം നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. വിളർച്ച രോഗ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ സുസ്ഥിതിക്ക് വളരെയധികം അത്യാവശ്യമാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.